പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ജോൺസൺ പാട്ടവയൽ. അദ്ദേഹം നീലഗിരിയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഈ ആഴ്ച ഡിവൈനിൽ ഇവിടെ താമസിച്ച് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ വലിയൊരു സൗഖ്യം അദ്ദേഹം ഇപ്പോൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. എൻ്റെ പേര് ജോൺസൺ എന്നാണ്. ഞാൻ നീലഗിരിയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ മെയ് 20 എൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഷോൾഡറിൻ്റെ എല്ല് പൊട്ടും, അതേപോലെ കയ്യിന് ഇതാവും, പിന്നെ വാരിയലിനൊരു പൊട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ബെൽറ്റ് ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ രോഗശാന്തി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വന്നിട്ട് അവനാണ് എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നത്, എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നലെ ശുശ്രൂഷൻ്റെ സമയത്ത്, രോഗശാന്തി ആരാധനേൻ്റെ സമയത്ത് കൈമുട്ട് സുഖമായി, അങ്ങനെ എല്ല് ജോയിൻറ്റ് ഹീലായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് അവിടുന്ന് അനൗൺസ് ചെയ്ത് ഞാൻ കൈ താഴ്ത്തി നോക്കിയപ്പോൾ എനിക്ക് പ്രശ്നമില്ല, കൈ പൊക്കാൻ പറ്റുന്നു. ആദ്യമൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു, ഇങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നായിരുന്നത്. ഇപ്പോൾ ഇന്നലെ എനിക്ക് കുഴപ്പമില്ല, ഇപ്പോൾ കൈ ഫ്രീ ആയി. എന്തായാലും പൊക്കാനും താഴ്ത്താനും ഒക്കെ സ്വന്തമായിട്ട് കുളിക്കാനൊക്കെ പറ്റുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുന്നേ ഒക്കെ ഞാൻ ഇത് ഊരി വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഇങ്ങനെ ഒഴിച്ച് കഴുകുക ചെയ്തത്. പിന്നെ ഈ ഒരു സംഭവം ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടർ ഒരാഴ്ച ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുക്കുമ്പോഴാണ് ഒരാഴ്ചയും കൂടി ഇട്ടിട്ട് എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്, എന്നാലും ഇത് അവർ ഡോക്ടർ പറഞ്ഞതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ ഊരാണ്ടിരിക്കുകയാണ്. വാഹനാപകടം ആയിരുന്നു? എന്തായിരുന്നു സംഭവിച്ചത്? എൻ്റെ വീടിൻ്റെ മേലെ തന്നെ, നീലഗിരി തന്നെ. കറക്റ്റ് 1 മാസമായി. ബൈക്ക് ഇടിക്കുകയല്ലായിരുന്നു, റോഡിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ഷോൾഡർ പോയിട്ട് റോഡിൻ്റെ സൈഡിൽ ഇടിച്ചിട്ട് ഷോൾഡറിൻ്റെ ഈ എല്ല് പൊട്ടും. ഇല്ല, ഈ ഷോൾഡർ മാത്രം. ഈ ഷോൾഡർ പൊട്ടി, പിന്നെ വാരിയെല്ല് പൊട്ടി, പിന്നെ കൈക്ക് മുട്ടിനൊക്കെ വേദന വന്നു. അതേപോലെ കുറേ ഇതൊക്കെ ഒരുപാട് സ്ക്രാച്ച് ഇതൊക്കെ വന്നു. അതിനുശേഷം ഫുൾ റെസ്റ്റ് ആയിരുന്നു അല്ലേ? ഫുൾ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ വിളിച്ചു നോക്കി, ഇപ്പോൾ ഇങ്ങനെ ധ്യാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് 2 ആഴ്ച റെസ്റ്റും ചെയ്യണം. അപ്പോൾ ഇവിടെ ഞായറാഴ്ച വരുമ്പോൾ എങ്ങനെയായിരുന്നു വന്നിരുന്നത്? കയ്യിൽ കെട്ടൊക്കെ ആയിരുന്നു? ഞായറാഴ്ച കയ്യിൽ കെട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ചെറിയൊരു ഡ്രസ് ബാഗ് മാത്രമേ ഞാൻ പിടിച്ചുള്ളായിരുന്നു. ബാക്കി എൻ്റെ സുഹൃത്ത് പിടിച്ചു വന്നു. പിന്നെ അതിൻ്റെ പ്രത്യേകത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു 9 വർഷത്തിൻ്റെ മേലെയായി കുമ്പസാരിച്ചിട്ട്. അപ്പോൾ ഇന്നലെ കുമ്പസാരിക്കുകയും ചെയ്തതോടുകൂടി, അതിന് മുന്നും എനിക്ക് വേദന ഉണ്ടായിരുന്നു, പെയിൻ ഉണ്ടായിരുന്നു. കുമ്പസാരിച്ച് ആരാധനയും കൂടി അങ്ങനെയായപ്പോൾ എനിക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ പറ്റിയില്ല. കാരണം നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ വരുന്ന സാധനം, നമ്മുടെ ഇടവകയിലെ അച്ഛൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് എങ്ങനെയാണ് കുമ്പസാരിക്കത്തെ കറക്റ്റ് പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കാണുമ്പോൾ എങ്ങനെ വിചാരിക്കുന്നവർക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല. ഇവിടെ ഞാൻ 98-99 കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. 1998 ഒരു ധ്യാനത്തിന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് സിയോണിൽ ധ്യാനത്തിന് പോയി 2013. പിന്നെ ഇപ്പോഴാണ് ഞാൻ വരുന്നത് ധ്യാനത്തിന്. ഇങ്ങനെ കയ്യിൽ ഒട്ടും റെസ്റ്റിലിരിക്കുന്ന സമയത്ത്, കയ്യിൽ കെട്ടൊക്കെയായിട്ട് റെസ്റ്റിലിരിക്കുന്ന സമയത്താണ് ഡിവൈനിൽ വന്ന് ധ്യാനം കൂടുന്ന ചിന്ത വരികയാണോ, അതോ ആരെങ്കിലും പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്? വീട്ടിൽ നിന്ന് പറഞ്ഞായിരുന്നു. പിന്നെ എനിക്ക് ധ്യാനം കൂടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് വിളിച്ചപ്പോൾ വേറെ എവിടെയും ഇല്ല. ഞാൻ ഓൾറെഡി എനിക്ക് എന്താ പറയുക, പാലക്കാട് അത് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഇളയപ്പനുണ്ട്, ഇവിടെ തൃശ്ശൂർ തോമളപ്പൻ എന്ന് പറഞ്ഞിട്ട്. ഇളയപ്പനെ വിളിച്ചാൽ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ വെള്ളിയാഴ്ച വരെയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ റെസ്റ്റുമാണ്, പിന്നെ കൂടണമെന്ന് ആഗ്രഹിച്ചുമാണ്. പിന്നെ ദൈവം സഹായിച്ച് എനിക്ക് കൂടാൻ പറ്റി. അപ്പോൾ ഈ ആഴ്ച മുതൽ ഈ ഒരു ആഗ്രഹം, എൻ്റെ ഈ ഒരു ഇത് മാറിക്കിട്ടാൻ, അത്ഭുതം സംഭവിക്കണമെന്ന് തീക്ഷ്ണമായി തന്നെ പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതം സംഭവിക്കുക, ഞാൻ ഇതിൻ്റെ വേദനയൊന്നും എനിക്ക് പ്രതീക്ഷിച്ചില്ല. എനിക്കൊന്ന് കുമ്പസാരിച്ചൊന്ന് ഫ്രീ ആകണം. കാരണം അത്രയൊക്കെ ടൈറ്റായിട്ട് എനിക്കിപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയാണ് ചെയ്യുന്നത്, സ്റ്റുഡിയോ ആണ്. അപ്പോൾ ആ മേഖലയിലും മക്കളുടെ കാര്യത്തിലും പഠിപ്പിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഒരു ചെറിയ മോളാണുള്ളത്. 5ാമത്തെ മോൾ ഏറ്റവും ചെറുതാണ്, 3 വയസ്സായിട്ടുള്ളൂ. 5 മക്കളാണ്. അപ്പോൾ ഒരാളെ ഇവിടെ ജർമ്മൻ ഭാഷയ്ക്ക് വേണ്ടി പഠിപ്പിച്ചു, കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ ഇനിയുള്ള സാമ്പത്തിക കാര്യങ്ങളും എല്ലാ സംഭവവും എനിക്ക് മനസ്സിലോടിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ സാമ്പത്തികമായിട്ട് ഫ്രീ ആകാനല്ല, മൊത്തത്തിലൊന്ന് ഫ്രീ ആകാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ ദൈവത്തിനെ പരമേൽപ്പിച്ചിട്ട് ഇനിയിപ്പം ബാക്കി 4 പേര് പഠിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ചിന്തിച്ചിട്ട് ആകെ ഒരു ടെൻഷൻ ആയിരുന്നു. അതിൽ നിന്നൊന്ന് ഫ്രീ ആകണം, കുമ്പസാരിച്ചൊന്ന് ഫ്രീ ആകണം. ആ ഒരു ഇതിൽ എനിക്കെന്തായാലും ഇതെനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വന്നത്. കാരണം മക്കളുടെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചൊന്ന് ഫ്രീ ആകണം. അപ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ ഇത് കിട്ടി. ഇനി ഇതും എന്തായാലും ഹീലായിട്ടുണ്ടാവും. ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ വലിയൊരു പ്രോ ലൈഫിൻ്റെ വലിയൊരു സാക്ഷിയാണ്. 5 മക്കളുള്ള ഒരു പിതാവാണ് നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. ഒപ്പം അദ്ദേഹം ഈ ഒരു ധ്യാനത്തിന് വന്ന് വെറും 2 ദിവസമേ ആയിട്ടുള്ളൂ ധ്യാനം ആരംഭിച്ചിട്ട് തന്നെ.
5 ദിവസത്തെ ഈ ഒരു ധ്യാനത്തിൽ 2-ാം ദിവസം തന്നെ ദൈവം വലിയൊരു സൗഖ്യം കൊടുത്തു. അതോടെ അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം ഒന്നും പ്രതീക്ഷിച്ചല്ല വന്നത്, ഒന്ന് നന്നായിട്ടൊന്ന് കുമ്പസാരിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം വരുന്നു. നന്നായി തന്നെ കുമ്പസാരിക്കുന്നു. കുമ്പസാരിച്ച് അന്ന് രാത്രി നടക്കുന്ന ആരാധന, ജെയിംസ് കുട്ടി ബ്രദറിൻ്റെ ആരാധനയാണ് അല്ലേ നടന്നത്. ആ ആരാധനയിൽ വെച്ച് ദൈവം വലിയൊരു സൗഖ്യം കൊടുക്കുക. അദ്ദേഹം വിചാരിച്ചില്ല, പക്ഷേ പ്ലസ് ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവം 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് അടുത്ത് നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സഹോദരൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ.